വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ദൈവം തந்த പൂവേ ലാസ്റ്റ് പാർട്ട്. ആദിത്യൻ അയച്ച ഗുണ്ടകളിൽ നിന്നും കുഞ്ഞിലക്ഷ്മിയെ രക്ഷിക്കാനുള്ള ആ പോരാട്ടത്തിൽ ദീപ്തിയുടെ ശരീരത്തിലും മനസ്സിലും ആഴത്തിലുള്ള മുറിവുകൾ പറ്റിയിരുന്നു. അവളുടെ നെറ്റിയിൽ അന്നേരവും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പേടിയും ദേഷ്യവും കൊണ്ട് വിറക്കുന്ന ദീപ്തിയെ അർജുൻ വളരെ നിർബന്ധിച്ചാണ് ആ കസേരയിലേക്ക് പിടിച്ചിരുത്തിയത്. അർജുൻ ഒരു പാത്രം വെള്ളവും മരുന്നുകളുമായി അവളുടെ അടുത്തേക്ക് അരികിലിരുന്നു. വളരെ കരുതലോടെ ഒരു തുണിയെടുത്ത് അവളുടെ നെറ്റിയിലെ ചോര അവൻ തുടച്ചു മാറ്റാൻ തുടങ്ങി. ദീപ്തി, വേദനിക്കുന്നുണ്ടോ? ദീപ്തി ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടിമാറ്റി എഴുന്നേറ്റു. അവളുടെ കണ്ണുകളിൽ കനലെരിയുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ സഹതാപം എനിക്ക് വേണ്ട അർജുൻ. ആദിത്യൻ സാറിൻ്റെ പ്ലാൻ പാളിയപ്പോൾ ഇപ്പോൾ സ്നേഹ അഭിനയിച്ച് വരികയാണല്ലേ? ആ ഗുണ്ടകളെ ഇങ്ങോട്ട് അയച്ചത് സാറാണെങ്കിൽ അതിന് കൂട്ടുനിന്നത് നിങ്ങളാണ് അർജുൻ. സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല, ദീപ്തി പറഞ്ഞു. അർജുൻ ദയനീയമായി അവളെ ഒന്ന് നോക്കി. തൻ്റെ ഉള്ളിൽ ദീപ്തിയോടുള്ള സ്നേഹം നാമ്പെടുത്തു തുടങ്ങിയ കാര്യം അവൾ അറിയുന്നില്ലല്ലോ എന്നവൻ ഓർത്തു. ആദിത്യൻ്റെ ക്രൂരതകൾക്ക് താൻ ഒരിക്കലും കൂട്ടുനിന്നിട്ടില്ലെന്ന് അവൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? ദീപ്തി, നീ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. ആദിത്യൻ ഇത്രയും തരം താഴുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഞാൻ ഇവിടെ വന്നത് നിങ്ങളെ ചതിക്കാനല്ല, സംരക്ഷിക്കാനാണ്. എനിക്ക് നിന്നെയും മോളെയും അത്രയ്ക്ക്... അവൻ വാക്കുകൾ പൂർത്തിയാക്കിയില്ല. ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അർജുൻ്റെ ഉള്ളു മുഴുവൻ ദീപ്തിയും കുഞ്ഞും മാത്രമായി മാറിയിരിക്കുന്നു. അവൻ്റെ കണ്ണുകളിലെ തിളക്കം ദീപ്തി ശ്രദ്ധിച്ചെങ്കിലും അവൾ അത് പാടെ അവഗണിച്ചു കളഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നലുണ്ടെങ്കിലും അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. മരുന്ന് ഞാൻ തന്നെ വെച്ചോളാം. നിങ്ങൾ ഇവിടുന്ന് പോകണം. ദീപ്തി അർജുൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൻ്റെ കയ്യിലുള്ള മരുന്ന് കൈനീട്ടി വാങ്ങാൻ നോക്കി. അർജുൻ കൈ പിൻവലിച്ച് കളഞ്ഞു. അർജുൻ ഒന്നും മിണ്ടിയില്ല. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങിയിരുന്നു. ആ മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ചു കൊടുത്തു. ദീപ്തി തടയാൻ നോക്കിയെങ്കിലും അവൻ വിട്ടില്ല. അവളുടെ വേദനയിൽ അവൻ്റെ ഉള്ളു പിടയുന്നുണ്ടായിരുന്നു. ഒരു അമ്മ എന്ന നിലയിൽ അവൾ കാണിച്ച ആ തൻ്റെയിടം അവനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. കുഞ്ഞുലക്ഷ്മിയുടെ അമ്മ ദീപ്തി തന്നെയാണ്. അതിനപ്പുറം ആർക്കും കുഞ്ഞുലക്ഷ്മിയിൽ അവകാശമില്ലെന്ന സത്യം അർജുൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മരുന്ന് വെച്ച ശേഷം അർജുൻ പതുക്കെ എഴുന്നേറ്റു. നിനക്കെന്നോട് ദേഷ്യമായിരിക്കാം ദീപ്തി, പക്ഷേ ഒരു കാര്യം ഓർത്തു വെച്ചോ. ഈ ലോകത്ത് നിന്നെയും മോളെയും തൊടാൻ ആരെങ്കിലും വന്നാൽ അത് ആദിത്യനായാലും മറ്റാരായാലും ഈ അർജുൻ അവരുടെ മുന്നിൽ ഒരു തടസ്സമായി ഉണ്ടാവും. അർജുൻ അത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഹാളിലെ ജനാലക്കൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന കുഞ്ഞുലക്ഷ്മിയുടെ അടുത്തേക്ക് അർജുൻ ചെന്നു. സാധാരണ അച്ഛ എന്നും വിളിച്ച് പിന്നാലെ നടക്കാറുള്ള കുഞ്ഞുലക്ഷ്മിക്ക് ഉണ്ട് എന്തൊരു മൗനം. കുറച്ച് ദിവസങ്ങളായി ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ആ കുഞ്ഞിൽ ഒരു ട്രോമ പോലെ ആയിരിക്കുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ദീപ്തി എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. തലേ ദിവസത്തെ സംഘർഷവും നെറ്റിയിലെ മുറിവും മാനസികമായ തളർച്ചയും എല്ലാം കൂടി അവളെ തളർത്തി കളഞ്ഞു. ശരീരം ഒരു കനൽക്കട്ട പോലെ ചുട്ടുപൊള്ളുന്നു. വാതിൽക്കൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് ദീപ്തി കണ്ണു തുറക്കാൻ ശ്രമിച്ചത്. അർജുൻ കയ്യിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളയും മരുന്നും ചായയുമായുമെല്ലാം അകത്തേക്ക് വന്നു. അവളുടെ മുഖത്തെ വിളർച്ച കണ്ടതും അർജുൻ്റെ ഉള്ളൊന്നാളി. അവൻ പതുക്കെ അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. ദീപ്തി, ഇതെന്തൊരു ചൂടാണ്. നീ ഇങ്ങനെ വാശി കാണിച്ചാൽ എങ്ങനാ? ഇന്നലെ ആ മുറിവ് പറ്റിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഡോക്ടറെ കാണിക്കാമെന്ന്. ദീപ്തി എപ്പോഴും കണ്ണുകൾ പകുതി തുറന്ന് അവനെ ദേഷ്യത്തോടെ നോക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ നോട്ടത്തിന് പഴയ വീര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നീ ഉള്ള എനർജി എന്നെ നോക്കി പേടിപ്പിക്കാൻ ഉപയോഗിക്കുകയാണോ? അർജുൻ അവളോട് ശകാരിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ മോൾ എവിടെ? ദീപ്തി വാശിയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. മോൾ ചായയൊക്കെ കുടിച്ച് ഹാളിലിരിക്കുകയാണ്. നീ ഒന്ന് അടങ്ങിയിരിക്കു പെണ്ണെ. നീ ഇങ്ങനെ ചാടി എഴുന്നേക്കാൻ നോക്കിയാൽ പനി പോയിട്ട് നിന്റെ ഈ തലകറക്കം പോലും മാറില്ല. നീ വിചാരിക്കുന്നത് പോലെ ഞാൻ അത്ര വലിയ വില്ലനൊന്നുമല്ല കേട്ടോ. അവൻ നനച്ച തുണി അവളുടെ നെറ്റിയിൽ വെച്ചു കൊടുത്തു. ദീപ്തി തടയാൻ നോക്കിയെങ്കിലും അവൻ അതൊരു വകവെപ്പില്ലായിരുന്നു. നോക്ക് ദീപ്തി, നീ എന്നെ എത്ര പേടിച്ചാലും എനിക്ക് നിന്നെ പേടിയില്ല. കാരണം ഇന്നലെ വെട്ടുകത്തിയുമായി നിന്നെ കണ്ടതിന് ശേഷം എനിക്ക് ഈ ലോകത്ത് ഒന്നിനെയും പേടിയില്ലാതെയായി. ശരിക്കും നീ ഒരു അമർ ചിത്രകഥയിലെ രാജകുമാരിയെ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ട ഒരു പാവം പൂച്ചക്കുട്ടിയെ പോലെയുണ്ട്. അർജുൻ ചിരിയോടെ അതിലേറെ കൗതുകത്തോടെ ദീപ്തിയെ നോക്കി. ദീപ്തി അവനോടൊന്നും മിണ്ടിയില്ല. ദാ ഈ ചായ കുടിക്ക്, ഞാൻ ഉണ്ടാക്കിയതാ. പഞ്ചാരയൊക്കെ കൃത്യമാണ്.
ഇനി ഇതിൽ വിഷമുണ്ടെന്ന് കരുതി നീ കുടിക്കാതിരിക്കണ്ട. ഇതിനു മുമ്പ് ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു നോക്കി, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ആദിത്യൻ ചെയ്തത് തെറ്റാണ് ദീപ്തി. പക്ഷെ അതിൻ്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കരുത്. നിന്റെ ഈ പനി മാറുന്നത് വരെയെങ്കിലും എന്നെ ഒന്ന് സഹിക്കൂ. അതിനുശേഷം നിനക്ക് വേണമെങ്കിൽ എന്നെ അടിച്ചു പുറത്താക്കാം. സമ്മതമല്ലേ? അവൻ ചിരിയോടെ ചായ അവളുടെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു. ദീപ്തി പതുക്കെ അത് കുടിച്ചു തുടങ്ങി. അർജുൻ്റെ വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ കരുതൽ ദീപ്തി തിരിച്ചറിയുകയായിരുന്നു. എങ്കിലും അർജുൻ ആദിത്യൻ്റെ സുഹൃത്താണെന്ന സത്യം അവളുടെ മനസ്സിൽ ഒരു മുള്ളായി ബാക്കിയുണ്ടായിരുന്നു. അർജുൻ ദീപ്തിയുടെ നെറ്റിയിൽ നനഞ്ഞ തുണി വെച്ച് പരിചരിക്കുന്നതിനിടയിലാണ് മുറിയുടെ മൂലയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന കുഞ്ഞിലക്ഷ്മിയെ ശ്രദ്ധിച്ചത്. സാധാരണ വീട് ഇളക്കി മറിക്കുന്ന കുസൃതി കൊടുക്കുകയാണ് അവൾ. പക്ഷെ ഇന്ന് രാവിലെ മുതൽ അവൾ ഒരു വശത്ത് കൂനിക്കൂടിയിരിപ്പാണ്. കൈകൾ മുട്ടുകാലിൽ ചുറ്റിപ്പിടിച്ച് എങ്ങോട്ടോ നോക്കി എന്തോ വലിയ ചിന്തയിലാണെന്ന് തോന്നും. അർജുൻ പതുക്കെ ദീപ്തിയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താടാ എൻ്റെ വാവക്കുട്ടി ഇവിടെ വന്നിരിക്കുന്നത്? അച്ഛൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് പോയി കഴിച്ചാലോ? ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. അവൾ അർജുനെ ഒന്ന് നോക്കി വീണ്ടും തല താഴ്ത്തി. അർജുൻ അവളുടെ കുഞ്ഞു താടിയിൽ പിടിച്ച് മുഖമുയർത്തി. എന്താടാ, അച്ഛനോട് പറ, നിനക്ക് എന്തു പറ്റി? നമുക്ക് മുറ്റത്ത് പോയി പൂമ്പാറ്റയെ പിടിക്കണ്ടേ? അർജുൻ്റെ ചോദ്യങ്ങളിൽ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ വിതുമ്പലോടെ അർജുനെ കെട്ടിപ്പിടിച്ചു. അച്ഛ, പണ്ടത്തെ പോലെ ഇവിടെ ഞാനും അമ്മയും മാത്രം മതിയായിരുന്നു. കുഞ്ഞുലക്ഷ്മി വിതുമ്പി. അതെന്താ കുഞ്ഞി അങ്ങനെ പറഞ്ഞത്? എന്നെ വേണ്ടേ നിനക്ക്? അത് ചോദിക്കുമ്പോൾ അർജുൻ്റെ കണ്ണ് അവൻ പോലും അറിയാതെ നിറഞ്ഞു വന്നു. അച്ഛനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ പണ്ട് ഞാനും അമ്മയും കൂടി ഈ വീട്ടിൽ നല്ല സന്തോഷത്തിലായിരുന്നു. രാത്രിയാകുമ്പോൾ അമ്മ എനിക്ക് കഥ പറഞ്ഞു തരും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. ആരും ഞങ്ങളെ പേടിപ്പിക്കാൻ വരില്ലായിരുന്നു. ആരോടും ഒന്നും ചോദിക്കണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ പേർ വരുന്നു, അമ്മയെ തള്ളിയിടുന്നു. അമ്മ എപ്പോഴും കരയുന്നു, അമ്മക്ക് പനിക്കുന്നു. അവളുടെ ആ വാക്കുകൾ കേട്ട് അർജുൻ്റെ നെഞ്ചു പിടഞ്ഞു. അച്ഛ, എന്തിനാ കുറേ അങ്കിൾമാർ വന്ന് അമ്മയെ വേദനിപ്പിച്ചത്? ഞങ്ങൾക്ക് പഴയതുപോലെ മതി അച്ഛ. ആരും വരാത്ത, അമ്മ എപ്പോഴും ചിരിക്കുന്ന ആ പഴയ വീട് മതി. ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ പരാതിക്ക് മുന്നിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ അർജുൻ തകർന്നു പോയി. പുറത്തുനിന്ന് വന്ന താനും ആദിത്യനും മിത്രയും എല്ലാം ചേർന്ന് ഈ കുഞ്ഞിൻ്റെയും അമ്മയുടെയും സമാധാനമാണ് തകർത്തതെന്ന് അർജുൻ തിരിച്ചറിഞ്ഞു. അർജുൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇല്ല കുഞ്ഞിലക്ഷ്മി, ഇനി ആരും വരില്ല. അച്ഛൻ സമ്മതിക്കില്ല വരാൻ. നിന്റെ അമ്മയെ പഴയതുപോലെ ചിരിപ്പിക്കാൻ ഈ അച്ഛൻ കൂടെ ഉണ്ടാവും, സത്യം. കിടക്കയിൽ കിടന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്ന ദീപ്തിയുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി തലയിണയിലേക്ക് പടർന്നു. തൻ്റെ കുഞ്ഞ് ഇത്രയേറെ ആഗ്രഹിക്കുന്നത് ആ പഴയ സമാധാനമാണെന്ന് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. അർജുൻ പതുക്കെ ലക്ഷ്മി എടുത്തുയർത്തി ദീപ്തിയുടെ അരികിൽ കിടത്തി. അർജുൻ പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. ആദിത്യനായാലും മിത്രയായാലും ശരി, ഈ കുഞ്ഞിൻ്റെ കണ്ണ് ഇനി നനയാൻ അവൻ അനുവദിക്കില്ല. അന്ന് രാത്രി ലക്ഷ്മിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ അർജുൻ തലോടിക്കൊണ്ടിരുന്നു. ആ നിമിഷമാണ് അർജുൻ്റെ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ ആദിത്യൻ എന്ന പേര് തെളിഞ്ഞപ്പോൾ അർജുൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ പതുക്കെ ലക്ഷ്മിയെ ദീപ്തിയുടെ അരികിൽ കിടത്തിയിട്ട് മുറിക്ക് പുറത്തേക്ക് വന്നു. ഫോൺ എടുത്ത ഉടനെ മറുതലക്കിൽ നിന്ന് ആദിത്യൻ്റെ അഹങ്കാരം നിറഞ്ഞ ശബ്ദം മുഴങ്ങി. എടാ അർജുൻ, ദേഷ്യമൊക്കെ മാറിയോ? എന്തിനാ നീ ഇന്നലെയും അത്രയും സീനാക്കിയത്? ഞാൻ അയച്ചവർ എൻ്റെ ആളുകളല്ലേ. അവർ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ എന്ന് നീ വിചാരിക്കണമായിരുന്നു. നീ എൻ്റെ സുഹൃത്തല്ലേടാ, ഒന്നുമില്ലെങ്കിലും. സംസാരം കൊണ്ട് അർജുനെ ഒട്ടും പ്രകോപിപ്പിക്കാതിരിക്കാൻ ആദി ശ്രദ്ധിച്ചു. സുഹൃത്തായിരുന്നു ആദിത്യ, പക്ഷേ ഇന്നലത്തോടെ ആ ബന്ധം നീ തന്നെ വെട്ടിമുറിച്ചു. ഒരു പാവം പെണ്ണിനെ ഉപദ്രവിക്കാനും നിന്റെ സ്വന്തം കുഞ്ഞിനെ പേടിപ്പിക്കാനും ഗുണ്ടകളെ അയക്കുന്ന നിന്നെ ഇനി സുഹൃത്തെന്ന് വിളിക്കാൻ എനിക്ക് അറപ്പുണ്ട്. അർജുൻ തുറന്നടിച്ചു. നീ ഇത്തിരി സെൻറ്റിമെൻ്റൽ ആകുന്നുണ്ടല്ലോ. ദീപ്തിയുടെ കൂടെ താമസിച്ചപ്പോൾ നിനക്ക് അവളോട് വല്ലാത്തൊരു മമത തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ മറക്കണ്ട, നീ അവിടെ നിൽക്കുന്നത് എൻ്റെ പ്ലാൻ അനുസരിച്ചാണ്, എനിക്ക് വേണ്ടിയാണ്. എൻ്റെ മോളെ എനിക്ക് വേണം. നീ അത് സാധിച്ചു തരുമെന്ന് കരുതിയാണ് നിന്നെ അങ്ങോട്ട് അയച്ചത്. നിനക്ക് പണം കൊണ്ട് ആരെയും വിലക്കെടുക്കാമെന്ന് തോന്നിയിട്ടുണ്ടാവും ആദിത്യ. പക്ഷേ ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ പാവയല്ല. ആദിത്യൻ എന്ന സുഹൃത്ത് എനിക്ക് മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഈ വീടിൻ്റെ കാവൽക്കാരനാണ്, അർജുൻ പറഞ്ഞു. അർജുൻ, നീ അതിര് കടക്കുകയാണ്. നിൻ്റെ കരിയർ, നിൻ്റെ ജീവിതം എല്ലാം ഞാൻ നശിപ്പിക്കും. ആദിത്യൻ അവനെ വെല്ലുവിളിച്ചു. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. അല്പം മുമ്പ് ആ കുഞ്ഞെന്നെ വിളിച്ചത് എന്താണെന്നറിയാമോ? അച്ഛനെന്ന്. ശരിക്കും കേട്ടോടാ, അച്ഛനെന്ന്. ആ വാക്കിലുണ്ട് എൻ്റെ ഉത്തരവാദിത്തം. ഒരിക്കലും നിന്നെ കുഞ്ഞുലക്ഷ്മി സ്നേഹത്തോടെ അച്ഛ എന്ന് വിളിക്കില്ല. അതിനുള്ള കാരണം എന്താണെന്നറിയുമോ?
കുഞ്ഞുലക്ഷ്മിയുടെ ജീവനായ ദീപ്തിയെ ഉപദ്രവിക്കാൻ നീ നോക്കിയതുകൊണ്ട്. ഇനി ഒരിക്കൽ കൂടി നിന്റെ നിഴൽ പോലും ആ വീടിൻ്റെ പരിസരത്ത് വരാൻ ഞാൻ അനുവദിക്കില്ല. വന്നാൽ പിന്നെ നീ കാണുന്നത് പഴയ അർജുനെ ആയിരിക്കില്ല. നീ എന്നെ വെല്ലുവിളിക്കുകയാണോ? നീ എൻ്റെ ശത്രുവാവാൻ തീരുമാനിച്ചാൽ നിന്നെ ഞാൻ നശിപ്പിക്കും. ആ കാണാം ആദിത്യ, ആരുടെ നാശമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇനി എന്നെ വിളിക്കരുത്. അർജുൻ ഫോൺ കട്ട് ചെയ്ത് ആ നമ്പറിൽ നിന്നും ആദിത്യനെ എന്നേക്കുമായി ബ്ലോക്ക് ചെയ്തു. അവൻ തിരികെ മുറിയിലേക്ക് നോക്കി. അർജുൻ ഫോൺ കട്ട് ചെയ്തതും ആദിത്യൻ തൻ്റെ മുറിയിലെ ഗ്ലാസ് ടേബിൾ ആഞ്ഞു ചവിട്ടി തകർത്തു. എൻ്റെ സുഹൃത്തായ നീ ആ പെണ്ണിൻ്റെ കൂടെ കൂടി എന്നെ വെല്ലുവിളിക്കുന്നു. ആദിത്യൻ്റെ കണ്ണുകളിൽ ചോര പടർന്നു. അവൻ ഉടനെ തന്നെ വിശ്വസ്തനായ മണിയനെ വിളിച്ചു. ചോര കണ്ടാൽ അറക്കാത്തവനാണ് മണിയൻ. മണിയ, വേണ്ടത് പറഞ്ഞാൽ മതി. ആ വീട് നീ നിരത്തണം. അർജുനെയും ആ പെണ്ണിനെയും എനിക്ക് ജീവനോടെ വേണമെന്നില്ല. പക്ഷെ ആ കൊച്ചിനെ ഇങ്ങെത്തിച്ചിരിക്കണം. ഇപ്പോൾ തന്നെ പുറപ്പെട്ടോ. ആദിത്യൻ പകയുടെ പര്യായമായി. പനി കുറഞ്ഞ ദീപ്തി പതുക്കെ എഴുന്നേറ്റ് ഉമ്മറത്തിരിക്കുകയായിരുന്നു. അർജുൻ ഹാളിൽ കുഞ്ഞുലക്ഷ്മിക്കൊപ്പം കളിക്കുകയാണ്. ഇടയ്ക്കൊക്കെ അവൻ ദീപ്തിയോടും എന്തെങ്കിലും ചോദിക്കുകയും പറയുകയും മറ്റും ചെയ്യുന്നുണ്ട്. ദീപ്തി അർജുൻ്റെ ശബ്ദം കേട്ട് പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിൽ അർജുനെക്കുറിച്ചുള്ള വിശ്വാസം മുട്ടിട്ടൊന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ദൂരെ നിന്ന് 2 വലിയ വണ്ടികൾ ഇരച്ചു വരുന്നത് അവർ കണ്ടു. മുറ്റത്ത് വണ്ടി നിർത്താതെ തന്നെ ആയുധങ്ങളുമായി 10ഓളം ഗുണ്ടകൾ പുറത്തേക്ക് ചാടി. കൈകളിൽ ചങ്ങലകളും മാരകായുധങ്ങളുമായി അവർ ആ വീടിനെ വളഞ്ഞു. ലക്ഷ്മി പേടിച്ച് നിലവിളിച്ചുകൊണ്ട് അർജുൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. അർജുൻ ഉടനെ അവളെ വാരിയെടുത്ത് ദീപ്തിയുടെ കയ്യിലേക്ക് കൊടുത്തു. ദീപ്തി, മോളെയും കൊണ്ട് നീ അകത്ത് കയറി വാതിലടക്ക്. ഞാൻ വിളിക്കാതെ പുറത്തിറങ്ങരുത്. വേഗം. അവിടെ ഒരുപാട് പേരുണ്ട്. നിങ്ങളൊറ്റക്ക്. ദീപ്തിക്ക് വെപ്രാളമായി. ദീപ്തി, ലക്ഷ്മി എന്നെ അച്ഛൻ എന്ന് വിളിച്ചതാണ്. ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ എൻ്റെ കുടുംബത്തിനൊന്നും സംഭവിക്കില്ല. നീ അകത്ത് പോ. അർജുൻ പറയവേ ദീപ്തി അവനെ തന്നെ നോക്കി നിന്നുപോയി. അർജുൻ ബലമായി ദീപ്തിയെയും മോളെയും അകത്തേക്ക് കയറ്റി വാതിലടച്ചു. അർജുൻ തിരിഞ്ഞ് ഗുണ്ടകൾക്ക് നേരെ നിന്നു. അവൻ്റെ വേട്ടയാടാൻ നിൽക്കുന്ന ഒരു സിംഹത്തിൻ്റെ ഭാവമായിരുന്നു അന്നേരം അർജുന്. മര്യാദക്ക് ആ കൊച്ചിനെ വിട്ടു തന്ന നിന്റെ ജീവൻ ഞങ്ങൾ ബാക്കി വെക്കാം, മണിയം മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അർജുൻ ആദിത്യനോട് ആദ്യമായി പുച്ഛം തോന്നി. ഒപ്പം തന്നെ പോലും വകവരുത്താൻ അവൻ തീരുമാനിച്ചു എന്നറിഞ്ഞതിൽ ഹൃദയവേദനയും. കുഞ്ഞിനെ വിട്ടു തന്നില്ലേൽ നീ എന്തുണ്ടാക്കും? പറയുന്നതിനൊപ്പം അർജുൻ വായുവിൽ ഉയർന്നു ചാടി. മണിയൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. പോരാട്ടം തുടങ്ങി. ഒന്നിലധികം പേർ ഒരേ സമയം അർജുനെ വളഞ്ഞു. കൂട്ടത്തിൽ ഒരുവൻ പിന്നിലൂടെ കത്തികൊണ്ട് അർജുനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അത് ഒഴിഞ്ഞു മാറിയ അർജുൻ അവൻ്റെ കൈപിടിച്ച് തിരിച്ച് കത്തി പിടിച്ചു വാങ്ങി അവൻ്റെ കരണം നോക്കി പ്രഹരിച്ചു. അകത്ത് ജനലിലൂടെ ദീപ്തിയും മോളും ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഓരോ തവണ അർജുൻ്റെ മേൽ അടിയേൽക്കുമ്പോഴും അവളുടെ ഉള്ളു പിടഞ്ഞു. അച്ഛാ, കുഞ്ഞുലക്ഷ്മി ഉറക്കെ കരഞ്ഞു വിളിച്ചു. അർജുൻ മുറിവേറ്റിട്ടും തളരുന്നില്ല. തൻ്റെ ജീവൻ്റെ പാതിയെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരു പോരാളിയെ പോലെ അവൻ അവരെ ഓരോരുത്തരെയും അടിച്ചു വീഴ്ത്തി. ആ മണ്ണിൽ അർജുൻ്റെ ചോര പടർന്നു. പക്ഷേ അർജുൻ്റെ കണ്ണുകൾ ലക്ഷ്യം മാറാതെ വീടിൻ്റെ വാതിലിന് കാവലായി നിന്നു. അർജുൻ്റെ ഉള്ളിലെ പോരാളി ഉണർന്ന നിമിഷമായിരുന്നു അത്. താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ ഒരു മനുഷ്യൻ്റെ രൗദ്രഭാവം. പൊടുന്നനെ ഗുണ്ട ഇരുമ്പ് വടി കൊണ്ട് അർജുൻ്റെ തലക്ക് ആഞ്ഞടിച്ചു. അർജുൻ വേദന കൊണ്ട് പുളഞ്ഞെങ്കിലും തളർന്നില്ല. അവൻ അവൻ്റെ കയ്യിലിരിക്കുന്ന ചങ്ങല വീശി അവൻ്റെ കഴുത്തിന് ചുറ്റും വലിച്ചു താഴെയിട്ടു. അടുത്ത നിമിഷം മറ്റൊരാൾ അവൻ്റെ കാലിൽ വെട്ടിയെങ്കിലും അർജുൻ ആഞ്ഞു ചവിട്ടി അവൻ്റെ താടിയിൽ തകർത്തു. അകത്ത് ദീപ്തി വാതിലിനോട് ചേർന്ന് നിന്ന് വിങ്ങിക്കരയുകയായിരുന്നു. ഈശ്വര, അർജുനെ കാക്കണേ. ഞങ്ങൾക്ക് വേണ്ടി അയാൾ അത്രയും സഹിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. കുഞ്ഞുലക്ഷ്മി പേടിച്ച അമ്മയുടെ സാരിയിൽ മുഖം അമർത്തി നിൽക്കുകയാണ്. പുറത്ത് അർജുൻ ശരിക്കും ഒരു മൃഗത്തെ പോലെയാണ് പോരാടുന്നത്. തൻ്റെ ദേഹത്ത് നിന്ന് ചോര ഒലിക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും അറിയുന്നില്ല. മണിയൻ എന്ന ഗുണ്ടാ നേതാവ് കത്തിയുമായി അർജുൻ്റെ നേരെ പാഞ്ഞു വന്നു. അർജുൻ അതൊഴിഞ്ഞു മാറിയെങ്കിലും അവൻ്റെ വയറിന് താഴെ അതൊരു മുറിവുണ്ടാക്കി കഴിഞ്ഞിരുന്നു. വേദന കടിച്ചമർത്തി അർജുൻ മണിയൻ്റെ കോളറിൽ പിടിച്ച് അവനെ തുടരെ പ്രഹരിച്ചു. അപ്പോഴേക്കും നാട്ടുകാർ ഓടി കൂടിയിരുന്നു. ഇറങ്ങിപ്പോടാ, ഇനി ഒരുത്തം പോലും ഈ പടി കടക്കില്ല. പോയി നിന്റെ മുതലാളിയോട് പറ. അവൻ്റെ സമ്പാദ്യത്തെക്കാൾ വലിയ കരുത്താണ് ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും കണ്ണുനീരിനെന്ന്. അർജുൻ്റെയും നാട്ടുകാരുടെയും തല്ലുകൊണ്ട് നിലംപരിശായ ഗുണ്ടകൾ തപ്പിപ്പിടിച്ച് വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടു. അർജുൻ ശ്വാസം കിട്ടാതെ ആ മണ്ണിലേക്ക് മുട്ടുകുത്തിയിരുന്നു. അവൻ്റെ വെള്ള ഷർട്ട് മുഴുവൻ ചോരയിൽ കുതിർന്നിരുന്നു. ആരോ വാതിൽ തുറന്നതും ദീപ്തിയും കുഞ്ഞും പുറത്തേക്കോടി. മുറ്റത്ത് ചോരയിൽ കുളിച്ചിരിക്കുന്ന അർജുനെ കണ്ടപ്പോൾ അവളുടെ ലോകം നിലച്ചുപോയി. അർജുൻ
അവൾ അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവനെ താങ്ങി പിടിച്ചു. അർജുൻ്റെ കണ്ണുകൾ പകുതി അടഞ്ഞു തുടങ്ങിയിരുന്നു. അവർ പോയി ദീപ്തി. ഒപ്പം അർജുൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുലക്ഷ്മിയുടെ മുഖത്ത് പതിയൊന്ന് തലോടി. കരയില്ലേ കുഞ്ഞെ, അച്ഛനൊന്നുമില്ല. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞുലക്ഷ്മി ഓടി വന്ന് അർജുൻ്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞു. അച്ഛനെ വേദനിക്കുന്നുണ്ട്, അച്ഛൻ എഴുന്നേൽക്ക്. ആ വിളി കേട്ടപ്പോൾ അർജുൻ്റെ മുഖത്ത് ഒരു നേർത്ത ചിരി പടർന്നു. അവൻ ബോധരഹിതനാവുകയായിരുന്നു. ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിന് മുന്നിൽ ദീപ്തി തളർന്നിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ പുറത്തിറങ്ങി. അർജുൻ്റെ പരിക്ക് ഗുരുതരമാണെങ്കിലും അപകടനില തരണം ചെയ്തു എന്ന് കേട്ടപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. പിറ്റേന്ന് രാവിലെയാണ് അർജുൻ കണ്ണു തുറന്നത്. വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് കയ്യിൽ ഡ്രിപ്പുമായി കിടക്കുന്ന അർജുൻ്റെ അരികിൽ ദീപ്തി ഇരിപ്പുണ്ടായിരുന്നു. അവൾ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ലെന്ന് അവളുടെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ദീപ്തി, അർജുൻ പതിയെ വിളിച്ചു. വേദന കുറവുണ്ടോ? ദീപ്തി അലിവോടെ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല. നീ എന്തിനാ കരയുന്നത്? ഞാൻ നിന്റെ ശത്രുവല്ലേ? കുസൃതിയായിരുന്നു അവനത് ചോദിക്കുമ്പോൾ. ആയിരുന്നു, പക്ഷേ ഇപ്പോഴല്ല. ദീപ്തി കണ്ണ് ചിമ്മി ചിരിച്ചു. ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നില്ലേ? അർജുനിലുമുണ്ട് ഒരു ചെറിയ ചിരി. ദീപ്തി അർജുൻ്റെ കൈകൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുനീർ അവൻ്റെ കൈകളിൽ വീണു. വിശ്വസിക്കുന്നു. ഈ ലോകത്ത് എനിക്കിനി ആരെക്കാളും വിശ്വാസം നിങ്ങളെയാണ്. ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. ആദിത്യൻ സാറിൻ്റെ ആളാണെന്ന് കരുതി ആട്ടിപ്പായിച്ചു. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മരിക്കാൻ പോലും തയ്യാറായി. പറയുന്നതിനൊപ്പം ദീപ്തി തേങ്ങി കരഞ്ഞിരുന്നു. കരയല്ലേ. എൻ്റെ ഭാര്യയ്ക്കും മോൾക്കും വേണ്ടി ചാവാനും എനിക്ക് മടിയില്ല. ഒറ്റക്കണ്ണിറക്കി കുസൃതിയോടെ പറയുന്നവനെ ദീപ്തി കണ്ണു മിഴിച്ചു നോക്കിയിരുന്നു പോയി. അങ്ങനെ മിഴിച്ചിരിക്കുന്നവൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവാൻ അർജുൻ അവളുടെ കൂട്ടിപ്പിടിച്ച കൈകളിൽ ഒന്ന് ചുണ്ടു ചേർക്കുക കൂടെ ചെയ്തു. ദീപ്തി വെപ്രാളത്തോടെ കൈ വലിച്ചെടുത്തുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി. ദേ, ഭർത്താവാണെന്ന് ഞാൻ പറഞ്ഞ കള്ളം നീ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് സത്യാക്കാൻ കേട്ടോ, അർജുൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദീപ്തി അത് കേട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അവളുടെ ചുണ്ടിൽ ചെറിയൊരു ചിരിയുണ്ടായിരുന്നു. പക്ഷെ ദീപ്തി തിരികെ ആ മുറിക്ക് പുറത്തിറങ്ങുമ്പോൾ കുഞ്ഞുലക്ഷ്മിക്കൊപ്പം ഇരിക്കുന്ന ആളെ കാണെ അവളുടെ ചിരി മാഞ്ഞുപോയി. മിത്ര ചേച്ചി, എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ആദിത്യൻ സാർ ഞങ്ങളോട് ചെയ്തത് പോരാഞ്ഞിട്ടാണോ? ദീപ്തി അവരെ നോക്കി പൊട്ടിത്തെറിച്ചു. ഹേയ്, റിലാക്സ് ദീപ്തി. മിത്ര ഒന്ന് നിശ്വാസം വിട്ടു. ആദ്യം ഇത്രയും സ്വാർത്ഥനാക്കിയത് എൻ്റെ പിഴവാണ്. അന്ന് പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിനെ ഒരു ബാധ്യതയായി കണ്ട് ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ ആദിത്യൻ തകർന്നു പോയിരുന്നു. അവൻ്റെ ആ തകർച്ചയാണ് ഇന്ന് നിനക്കെതിരെയുള്ള വാശിയായി മാറിയത്. പക്ഷേ എനിക്കിന്ന് തോന്നുന്നു അങ്ങനെ നടന്നതെല്ലാം നന്നായി എന്ന്. ആ കുഞ്ഞിന് വേണ്ടത് ആദിത്യൻ്റെ പണമോ എൻ്റെ പ്രശസ്തിയോ ഒന്നുമല്ല. അവൾക്ക് വേണ്ടത് നിൻ്റെ ഈ സ്നേഹമാണ്. മിത്ര പതുക്കെ കുഞ്ഞുലക്ഷ്മിയെ നോക്കി. നിൻ്റെ വിവാഹപ്രായവും നിൻ്റെ ജീവിതവും എല്ലാം കുഞ്ഞുലക്ഷ്മിക്ക് വേണ്ടി ഹോമിച്ചവളാണ് നീ. മിത്രയുടെ ദീപ്തിയുടെ അടുത്തേക്ക് ഒരു ചുവട് കൂടി വെച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. എനിക്ക് നിന്നോട് നന്ദി പറയണം ദീപ്തി. ഞാൻ വഴിയിൽ ഉപേക്ഷിച്ച എൻ്റെ ചോരയെ ഒരു കൊച്ചുമിടുക്കിയായി നീ വളർത്തി വലുതാക്കി. സ്വന്തം ചോര അല്ലാതിരുന്നിട്ടും നീ അവൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി. സത്യത്തിൽ നീയാണ് അവളുടെ യഥാർത്ഥ അമ്മ. ഞാൻ ഈ നഗരം വിട്ടു പോവുകയാണ് ദീപ്തി. ഇനി ഒരിക്കലും നിങ്ങളെ ശല്യം ചെയ്യില്ല. ആദിത്യനോട് ഞാൻ സംസാരിക്കാം. മിത്ര മേഡം, ഞാൻ ദീപ്തിയുടെ വാക്കുകൾ ഇടറി. ഒന്നും പറയേണ്ട ദീപ്തി, നീ ജയിച്ചു കഴിഞ്ഞു. നിന്റെ സ്നേഹം ജയിച്ചു. മോളെ നന്നായി നോക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഞാൻ വന്നാൽ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി. അത് പറയുമ്പോൾ മിത്ര തേങ്ങിപ്പോയിരുന്നു. ദീപ്തിക്ക് അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിവില്ലായിരുന്നു. പോവാൻ നേരം മിത്ര കുഞ്ഞുലക്ഷ്മിയുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തു. ഒപ്പം അവളുടെ കണ്ണുനീരും കുഞ്ഞുലക്ഷ്മിയുടെ നെറുകയിൽ വീഴുന്നുണ്ടായിരുന്നു. ആദിത്യൻ തൻ്റെ മുറിയിലെ ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. തോൽവി സമ്മതിക്കാൻ കഴിയാതെ അവൻ്റെ ഉള്ളിലെ പക കനലായി എരിയുന്നുണ്ട്. അപ്പോഴാണ് മിത്ര അങ്ങോട്ട് ശാന്തയായി നടന്നു വരുന്നത്. ആദിത്യൻ അവളെ നോക്കി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു കണ്ടുമുട്ടൽ. നീയോ? നീ എന്താടി ഇവിടെ? എന്നെ ചതിച്ചതിന് നിനക്ക് വേണ്ടത് കിട്ടിയില്ലേ? ആ സഞ്ജയ് നിന്നെ ചതിച്ചില്ലേ? നിന്നെപ്പോലെ അർജുനെ എന്നെ ചതിച്ചു. അവനും അനുഭവിക്കും. ഇല്ലെങ്കിൽ ഞാൻ അനുഭവിപ്പിക്കും. ആദിത്യൻ അലറി. എനിക്കെൻ്റെ രക്തത്തെ തിരികെ വേണം. അതിന് ആര് തടസ്സം നിന്നാലും ഞാൻ. മിത്ര അവൻ്റെ വാക്കുകൾ മുറിച്ചുകൊണ്ട് ഇടയിൽ കയറി. രക്തം, അതാണല്ലോ നിൻ്റെ പ്രശ്നം. ആദിത്യ, നിൻ്റെ ഈ ചോരയല്ലേ അന്ന് ആ ആശുപത്രിയിൽ വെച്ച് നീ ഞാനും വേണ്ടെന്ന് വെച്ചത്. ആദിത്യ, നീ പോയി കണ്ടിട്ടുണ്ടോ ആ വീട്ടിലെ കാഴ്ച? ആ കുഞ്ഞിന്ന് അർജുനെയാണ് അച്ഛ എന്ന് വിളിക്കുന്നത്. അത് അർജുൻ പണം കൊടുത്ത് വാങ്ങിയതല്ല. അവൻ അവൾക്ക് നൽകിയ സ്നേഹം കൊണ്ടാണ്.
തൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നവരിൽ നിന്നും രക്ഷിക്കാൻ ഒരാൾ വന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട രക്ഷകനാണ് അർജുൻ. നീ ഗുണ്ടകളെ അയച്ച് ആ കുഞ്ഞിൻ്റെ ഉറക്കം കെടുത്തിയപ്പോൾ അർജുൻ സ്വന്തം രക്തം നൽകി അവിടെ കാത്തു. നീ പറയും, ആരാണ് ശരിക്കുള്ള അച്ഛൻ? വിത്ത് നൽകിയ നീയോ അതോ ജീവൻ നൽകി കാക്കുന്ന അർജുനോ? ആദിത്യൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. മിത്രയുടെ വാക്കുകൾ അവൻ്റെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെ മതിലുകളിൽ വിള്ളൽ വീഴ്ത്തി. നീ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അവൾ ഇവിടെ സമാധാനപരമായി വളരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ദീപ്തിയെ ദ്രോഹിച്ച നിന്നെ അവൾ വെറുപ്പോടെയല്ലാതെ നോക്കില്ല. സ്നേഹം ആജ്ഞാപിച്ച് വാങ്ങാൻ കഴിയില്ല ആദിത്യ, അത് നേടിയെടുക്കണം. ശരിയാ, സഞ്ജയനെ ഉപേക്ഷിച്ചു, അല്ല ചതിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ എന്നിട്ടും എനിക്ക് തിരികെ നിന്റെ ലൈഫിലോട്ട് വരാൻ തോന്നിയിട്ടില്ല. ഒരിക്കൽ പോലും നിങ്ങളുടെ കൂടെയുള്ള ജീവിതം അവസാനിപ്പിച്ചതിൽ എനിക്ക് കുറ്റബോധം തോന്നിയിട്ടില്ല. ആദിത്യൻ്റെ കണ്ണുകളിൽ ആദ്യമായി നനവ് പടർന്നു. അവൻ ആ ജനൽ കമ്പികളിൽ മുറുകെ പിടിച്ചു. ഞാൻ ഇത്രയും ക്രൂരനായിരുന്നു മിത്ര. ഞാൻ അത്രമാത്രം നിന്നെ സ്നേഹിച്ചിരുന്നില്ലേ? ആദിയുടെ സ്വരം വിറച്ചു. നോ, യു ആർ എ നാർസിസ്റ്റ്, മിത്ര അലറി. നീ നിന്റെ ഈഗോയെ മാത്രമാണ് സ്നേഹിച്ചത്. നിനക്ക് മറ്റുള്ളവരുടെ ജീവിതം വെറും കളിപ്പാട്ടങ്ങളായിരുന്നു. നിന്റെ ആഗ്രഹങ്ങൾക്കും വാശികൾക്കും വേണ്ടി നീ ഉപയോഗിച്ച വെറും ഉപകരണങ്ങളാണ് നിനക്ക് ചുറ്റുമുള്ള മനുഷ്യർ. ആദിത്യൻ എന്തോ പറയാനാഞ്ഞെങ്കിലും മിത്ര കൈ ഉയർത്തി അവന് തടഞ്ഞു. സ്നേഹം എന്ന വാക്കിന് പിന്നിൽ എല്ലാം ഒളിക്കാമെന്ന് നോക്കണ്ട. യഥാർത്ഥ സ്നേഹം സംരക്ഷിക്കാനാണ് നോക്കുക, അല്ലാതെ തകർക്കാനല്ല. നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണമെന്നുണ്ടായിരുന്നില്ല. നിനക്ക് ജയിക്കണമായിരുന്നു. നിനക്ക് എന്നെയും വേണ്ടായിരുന്നു. നിന്നെ അനുസരിക്കുന്ന ഒരു വസ്തുവായി എന്നെ കൈവശം വെക്കണമായിരുന്നു. മിത്ര ഒരു നിമിഷം നിർത്തി അവൻ്റെ ആത്മാവിനെ തുളച്ചു കയറുന്ന ഒരു നോട്ടം നോക്കി. അർജുൻ അവരെ സ്നേഹിച്ചു. അവർക്ക് വേണ്ടി മരിക്കാൻ വരെ അവൻ തയ്യാറായി. പക്ഷെ നീയോ? നിന്റെ അധികാരത്തെ മാത്രമാണ് നീ സ്നേഹിച്ചത്. നീ നിന്നെ തന്നെ ഒന്ന് നോക്കാദിത്യ. നീ ഒരു ഹീറോയല്ല. സ്വന്തം ഈഗോ കൊണ്ട് തകർന്നടിഞ്ഞ ഒരു ഒറ്റപ്പെട്ട മനുഷ്യ മാത്രമാണ് നീ. ആദിത്യൻ ഒന്നും മിണ്ടാനാവാതെ പിന്നോട്ട് മാറി ആ സോഫയിലേക്ക് തളർന്നിരുന്നു. മിത്രയുടെ വാക്കുകൾ ഒരു കല്ലുപോലെ അവൻ്റെ നെഞ്ചിൽ പതിച്ചു. തൻ്റെ ആഡംബരങ്ങൾക്കും അധികാരത്തിനുമിടയിൽ താൻ എത്രത്തോളം ദരിദ്രനാണെന്ന് അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു. ഒപ്പം താനൊരു സ്വാർത്ഥനാണെന്ന് കൂടെ. നിനക്കിതൊക്കെ തിരുത്താം, അധികാരം കൊണ്ടല്ല, കുറ്റബോധം കൊണ്ട്. ആ കുഞ്ഞിൻ്റെ ചിരി നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവൾ ആഗ്രഹിക്കുന്നവരുടെ കൂടെ അവളെ ജീവിക്കാൻ അനുവദിക്കൂ. ദീപ്തിയാണ് ആ മോളുടെ ലോകം. ആ ലോകം തകർക്കാൻ നമുക്ക് അവകാശമില്ല. അവൻ ചെയ്ത ക്രൂരതകൾ ഓരോന്നായി അവൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. ദീപ്തിയുടെ കരച്ചിലും അർജുൻ്റെ മുറിവുകളും അവനെ വേട്ടയാടാൻ തുടങ്ങി. എനിക്ക് അവരോട് ക്ഷമ ചോദിക്കണം. ഞാൻ ചെയ്തത് തെറ്റാണ്. അർജുൻ, അവൻ വലിയവനാണ്. മിത്ര അവൻ്റെ തോളിൽ പതിയെ കൈവച്ചു. ക്ഷമ ചോദിക്കേണ്ട ആദിത്യ. അവരെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കൂ. അത് മാത്രം മതി. അതാണ് നീ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപകാരം. ദീപ്തി അത്രയും വലിയ പ്രഹരങ്ങൾ ഏൽപ്പിച്ച് തിരികെ പോകുമ്പോൾ ആദി തിരിച്ചറിവിൻ്റെ പാതയിലായിരുന്നു. അർജുൻ പതുക്കെ ആ മുറ്റത്ത് നടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ദീപ്തി അവനെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കാൻ സഹായിക്കുന്നുണ്ട്. മുറ്റത്ത് ഒരു കാർ വന്ന് നിൽക്കുന്നത് കണ്ട് ദീപ്തി അറിയാതെ അർജുൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവളുടെ മുഖത്ത് ഭയം നിഴലിച്ചു. ആദിത്യൻ പതുക്കെ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ്റെ മുഖത്തെ ആ പഴയ അഹങ്കാരം എവിടെയോ പോയി മറിഞ്ഞിരുന്നു. കണ്ണുകൾ കുഴിഞ്ഞ് മുഖം വാടിയിരിക്കുന്നു. അർജുൻ്റെ ദേഹത്തെ ബാൻഡേജുകളിലേക്കും ദീപ്തിയുടെ വിളറിയ മുഖത്തേക്കും നോക്കാൻ അവന് കഴിഞ്ഞില്ല. അർജുൻ ഒന്നും മിണ്ടിയില്ല. ദീപ്തി ലക്ഷ്മിയെ തൻ്റെ പുറകിലേക്ക് ഒളിപ്പിക്കാൻ ശ്രമിച്ചു. ഏയ്, പേടിക്കണ്ട ദീപ്തി, ഉപദ്രവിക്കാൻ വന്നതല്ല. ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് വൈകിപ്പോയി. അധികാരവും പണവും തലക്ക് പിടിച്ചപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു പെണ്ണാണെന്നോ അവൾ വളർത്തുന്നത് എൻ്റെ ചോരയാണെന്നോ ഉള്ള ബോധം എനിക്കുണ്ടായില്ല. ആദിത്യൻ ദീപ്തിയുടെ മുന്നിൽ കൈകൾ കുപ്പി. എനിക്ക് മാപ്പ് തരാൻ നിനക്ക് കഴിയില്ലെന്നറിയാം. നിന്നെ വേദനിപ്പിച്ച് അർജുൻ്റെ ജീവൻ പോലും കളയാൻ ഞാൻ നോക്കി. പക്ഷേ മിത്ര എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നീ ഈ കുഞ്ഞിന് നൽകുന്ന സ്നേഹത്തിന് മുന്നിൽ ഞാൻ ഒന്നുമല്ലെന്ന്. ദീപ്തി, എന്നോട് ക്ഷമിക്കണം. ദീപ്തിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. താൻ ഇത്രയും കാലം ഭയപ്പെട്ടിരുന്ന ആ മനുഷ്യൻ തൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് അവൾക്ക് വിശ്വസിക്കാനായില്ല. ആദിത്യൻ പതിയെ അർജുനെ നോക്കി. അർജുൻ, നീയാണ് വലിയവൻ. ഞാൻ നിനക്ക് നൽകിയത് മുറിവുകൾ മാത്രമാണ്. നീ കുഞ്ഞുലക്ഷ്മിയുടെ അച്ഛനാവാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ്. എന്നോട് ക്ഷമിക്കാമോ അർജുൻ? ആദിത്യൻ വിങ്ങിക്കരഞ്ഞുകൊണ്ട് ചോദിക്കവേ അർജുൻ അവനെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് പുണർന്നു. അർജുൻ അവൻ്റെ ആദിയെ വെറുക്കാൻ ആവില്ലല്ലോ. അല്ലെങ്കിലും ആദി പതിയെ കൈനീട്ടി കുഞ്ഞുലക്ഷ്മിയെ ഒന്ന് തൊടാൻ നോക്കിയെങ്കിലും അവൾ പേടിയോടെ മാറിക്കളഞ്ഞു. ആദി തൻ്റെ കൈ പിൻവലിച്ചു. ഇനിയും ഒരു കരടായി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി അവന്. ആദിത്യൻ പതുക്കെ കാറിലേക്ക് കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവൻ ഒരിക്കൽ കൂടി അവൻ കുഞ്ഞുലക്ഷ്മിയെ നോക്കി. താൻ നഷ്ടപ്പെടുത്തിയ സ്നേഹത്തിൻ്റെ വില അവൻ തിരിച്ചറിയുകയായിരുന്നു അന്നേരം. ആദിത്യൻ്റെ വണ്ടി
കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവർ നോക്കി നിന്നു. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ചു. ഇനി ആ വീട്ടിൽ അർജുനും ദീപ്തിയും കുഞ്ഞു ലക്ഷ്മിയും മാത്രം. ആ വീട്ടിൽ സമാധാനത്തിൻ്റെ നിലാവ് പടരട്ടെ അല്ലേ? അർജുനും ദീപ്തിയും ഒന്നിക്കട്ടെ അല്ലേ? അവസാനിച്ചു. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ല തൊണ്ടവേദന ആയിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ കൂടെ റമദാൻ മാസമാണ്, നോമ്പുണ്ട്. അപ്പോൾ ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കണേ. താങ്ക് യു.